ചപ്പാത്ത് ആലടി ചങ്ങാടക്കയത്തിൽ ഹൈ ആറ്റിറ്റ്യൂഡ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. പോലീസ് ട്രെയിനിംഗ് പൂർത്തിയാക്കിയവർക്കായാണ് 20 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിംഗ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ആലടിയിൽ പുഴയിൽ പരിശീലനം നൽകിയത്. ഒരു അപകടമുണ്ടായാൽ നദി മുറിച്ചു കടന്ന് എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താമെന്നുള്ള പരിശീലനമാണ് സംഘടിപ്പിച്ചത്. ആഴമുള്ളതും ഒഴുക്കുള്ള പ്രദേശത്തും വേണം പരിശീലനം നടത്താൻ. കുട്ടിക്കാനത്തുള്ള ട്രെയിനിങ് ക്യാമ്പിലുള്ള ഡാമിലായിരുന്നു പരിശീലനം നടത്തി വന്നിരുന്നത്. അവിടെ വെള്ളം കുറഞ്ഞതും ഒഴുക്കില്ലാത്തതുമാണ് ആലടിക്കയം തെരഞ്ഞെടുക്കാൻ കാരണം. 26 പേരാണ് പരിശീലനത്തിനെത്തിയത്. SI നിബു ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് ആലടിക്കയത്തിൽ പരിശീലനം നടത്തിയത്. നമ്മൾ റിവർ ക്രോസിംഗ് ആണ്. അതായത് ഒരു റെസ്ക്യൂ നടക്കുന്ന സ്ഥലത്ത് റിവർ ക്രോസ് ചെയ്ത് രക്ഷാപ്രവർത്തന ആളുകളെ എത്തിക്കുക, അതായത് പോലീസിൻ്റെ മെന്നിനെ എത്തിക്കുക എന്നുള്ള ഒരു ആക്ടിവിറ്റിയുടെ ഒരു ഇതാണ് ഇവിടെ ചെയ്യിക്കുന്നത്. ഉള്ള സ്ഥലങ്ങളാണ് മുകളിലായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഒഴുക്ക് വേണം, ഇപ്പം വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഇപ്പം നമ്മൾ ക്യാമ്പിലെ ഡാമിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒഴുക്ക് കുറവായതുകൊണ്ട് നമ്മളിപ്പോൾ വെളിയിലേക്ക് ചെയ്യിക്കുന്നു ആക്ടിവിറ്റി. ഇപ്പോൾ 26 പേരുണ്ട്. 26 മെന്നിൻ്റെ ട്രെയിനിങ് ആണ്. 20 വർക്കിംഗ് ഡേ ആണ് ഇവിടെ. ഹൈ ആറ്റിറ്റ്യൂഡ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി നീന്തൽ പരിശീലനം, പുഴ മുറിച്ചു കടന്നുള്ള രക്ഷാപ്രവർത്തനം, മല കയറിയുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങി 20 പ്രവൃത്തി ദിനം 20 രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിലാണ് പരിശീലനം നൽകുന്നത്. ഓരോന്നിലും പ്രാവീണ്യം നേടിയ പരിശീലകരാണ് പരിശീലിപ്പിക്കുന്നത്. വയനാട് ദുരന്തത്തിൽ പങ്കെടുത്ത ഹൈ ആറ്റിറ്റ്യൂഡ് ടീമാണ് പരിശീലനം നൽകി വരുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.